രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ എ ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എ ജയശങ്കർ, പല പ്രകോപനങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്, പല തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടുണ്ട്. അപ്പോഴൊക്കെ സമാധാനത്തിന്റെയും നയതന്ത്രത്തിന്റെയും ഭാഷയിൽ സംസാരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ പഹൽഗാമിലെ സാഹചര്യം അസാധാരണമായിരുന്നു. അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ്. സാധാരണ നമ്മൾ മിലിറ്ററി അറ്റാക്കുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് ഭീകരവാദികൾ ആക്രമിച്ചത്. നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിലെ കൃത്യമായ സന്ദേശം, കൃത്യമായ മറുപടി രാജ്യം നൽകുകയാണ്. ഇപ്പോൾ മസൂദ് അസറിന്റെ ഒക്കെ പ്രസ്താവന വായിച്ചാൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ ആക്രമണത്തിൽ. അപ്പോൾ എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത് അത് പൂർണ്ണമായും നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞു. അതെ, ഇതിനൊക്കെ ഇത് മാത്രമേ ചികിത്സയായിട്ടുള്ളൂ. ഓരോ രോഗത്തിനും അത് രോഗം അറിഞ്ഞുകൊണ്ടല്ലോ ചികിത്സിക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് തലവേദന വരെയാണ്. ചില തലവേദനയ്ക്ക് വിക്സ് കുറയ്ക്കാൻ ചിലത് അമൃതാന്യം കൊടുക്കുന്നു, ചിലത് അനാസി കഴിക്കുന്നു. പക്ഷെ ചില ചികിത്സ നമുക്ക് ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, സർജറി നടത്തില്ല. ചില കേസിൽ തല വെട്ടിക്കളയാൻ പറ്റും. ഇപ്പൊ പാകിസ്ഥാനായിട്ട് നമ്മൾ തല വെട്ടുന്ന ചികിത്സ എന്ന് ചോദിക്കും. കാരണം ഈ കഴുത്തിന്റെ മുകളിൽ തല ഇരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഈ തല എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് ആലോചിക്കാനും വീട്ടുവിചാരത്തോടെയും വിവേകത്തോടെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവയവമാണ്. പാകിസ്ഥാനിലെ തലക്കകത്ത് പക്ഷെ മറ്റ് പല സാധനങ്ങളുണ്ട്. തലച്ചോറ്, ചകിരിച്ചോറോ പിണ്ണാക്കോ അങ്ങനെ ഏതാണ്. അതുകൊണ്ട് അവര് ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ അടി ഇറന്നു വാങ്ങി. നമ്മൾ ഗ്രാമ്യ ഭാഷ പറഞ്ഞാൽ പാകിസ്ഥാൻ ചെയ്യുന്നത് അടി ഇറന്നു വാങ്ങേണ്ട പരിപാടി. പക്ഷെ പണ്ടത്തെ ഇപ്പോഴും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സമയത്താണ് ഇവിടെ പാർലമെന്റ് ആക്രമണം നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിൽ ജനാധിപത്യ സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി. മഹാന്മാരായ അന്നത്തെ ഇന്ത്യൻ നേതാക്കന്മാർ ലാൽകൃഷ്ണ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള ആളുകൾ തലപോഞ്ഞ് ആലോചിച്ച് നമ്മൾ ക്ഷമിക്കാൻ പറ്റും. ഇല്ല, തിരിച്ചടിക്കില്ല. ഇത് തിരിച്ചടിക്കുക ഈ അടി വേണ്ടി വരില്ല. അന്ന് നമ്മൾ ക്ഷമിച്ചു. പിന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാനിൽ കുറെ തീവ്രവാദികൾ 10 പേര് തോക്കുമായിട്ട് വന്ന് ബോംബെയിൽ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ വെടിവെച്ചു. അപ്പോഴും നമ്മൾ ശക്തമായി അപലപിച്ചു. നമ്മൾ ഈ വിഷയം യുഎന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കുഞ്ചാമ്മയുടെ ഓഫീസിൽ പരാതി വന്നു. വല്ല വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസമുണ്ടായി. ഇപ്പോ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തപ്പോ പാകിസ്ഥാന് മസൂദ് അസറിന് പറ്റ കഴിഞ്ഞു. കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തപ്പോൾ പാകിസ്ഥാന് വേദനിച്ചു എന്ന് മാത്രമല്ല ജയശങ്കർ, ഇനി നിങ്ങൾ സംഘർഷത്തിലേക്ക് ഇല്ലെങ്കിൽ ഞങ്ങളും ഒന്നും ചെയ്യില്ല എന്ന മറുപടിയും പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. അപ്പോൾ പാഠം പഠിച്ചു എന്ന് പറയാനായിട്ടില്ല. ഇതൊക്കെ അവരുടെ ചില നമ്പറുകളാണ്. അതുപോലെ ഇതുപോലത്തെ പല അഭ്യാസങ്ങൾ പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതേ പരിപാടി തന്നെ വീണ്ടും ആവണം. നമ്മൾ ഈ പാമ്പിനെയും പഴുതാനെയൊക്കെ ചട്ടം പിടിപ്പിക്കാൻ പറ്റും. വല്ല കുരങ്ങിനെയോ ആനയോ അങ്ങനെ ഇണക്കാവുന്ന എന്തെങ്കിലും മൃഗത്തിലാണെങ്കിലും പാഠം പഠിപ്പിക്കാൻ പറ്റും. പാകിസ്ഥാനോട് ഇതൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് നയതന്ത്രപരമായ ചർച്ചകൾ കൊണ്ട് സമാധാനത്തിന്റെ ഒരു വില കൊണ്ടൊന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഇത് കേൾക്കുമ്പോൾ പല നെറ്റികളും ചുളിയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പല പുരുഷങ്ങളും ഉയരുന്നതും എനിക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോ ഇന്ത്യയും ബർമയും തമ്മിലാണെങ്കിൽ, ഇന്ത്യയും സിലോണും തമ്മിലാണെങ്കിൽ നമുക്ക് ചർച്ചയിലൂടെ കാര്യങ്ങൾ കഴിയും. ബംഗ്ലാദേശായിട്ട് ഒരു പരിധി വരെ സാധിക്കും. പക്ഷെ പാകിസ്ഥാൻ പോലുള്ള ചെമ്മാടി രാജ്യത്തോട് അവിടെ ഭരിക്കുന്ന സർക്കാർ മാത്രമല്ല, പാകിസ്ഥാന്റെ പട്ടാളമുണ്ട്. പിന്നെ പട്ടാളത്തെ അനുസരിക്കാത്ത തീവ്രവാദികൾ, മസൂദ് അസറിനെ പോലുള്ള ആളുകൾ, അതിന്റെ അപ്പുറത്ത് താലിബാനുണ്ട്, മറ്റ് പല ഗുണ്ടകളും. ഇവർക്കൊക്കെ കൊടുക്കേണ്ട ചികിത്സ ശരിയായ സമയത്ത് കൃത്യമായ ഡയഗ്നോസ് ചെയ്ത് അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ അവരുടെ വിഷമത്തിൽ ചെറിയ ഒരു കുറവ് സംഭവിക്കും. ചിലപ്പോൾ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അത് കൊടുക്കണം. തീർച്ചയായും താങ്കൾ ആദ്യം പറഞ്ഞ വാചകമാണ്, ചില രോഗങ്ങൾക്ക് ചില മരുന്നുകൾ തന്നെ കൊടുക്കണം. അങ്ങനെ പാകിസ്ഥാൻ അർഹിക്കുന്ന ഒരു മറുപടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയിരിക്കുന്നത്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അവർക്ക് തീവ്രവാദമാണ് മനസ്സിലാകുന്നതെങ്കിൽ, അവർക്ക് ഇതാണ് ആയുധങ്ങളാണ് മനസ്സിലാകുന്നതെങ്കിൽ അതേ ഭാഷയിൽ ഇന്ന് ഇന്ത്യയും തിരിച്ചടിച്ചിരിക്കുകയാണ്.